വെൽക്കം എവരി വൺ. ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് ഈ ഹൈ സ്പീഡ് റീഡിങ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില ലോസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മളിങ്ങനെ ഹൈ സ്പീഡ് റീഡിങ് എടുത്താലത്തെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചില ബുക്കുകളൊക്കെ കിട്ടിയാൽ 15 മിനിറ്റ് കൊണ്ട് വേണ്ടപ്പെട്ട കാര്യം അപ്പം തന്നെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പൊതുവേ ഞാൻ പറയുവാണെങ്കിൽ ഈ വായിച്ചു കൂട്ടുന്നതിന് പകരം റീഡ് ഫോർ എ പർപ്പസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഫസ്റ്റ് റൂൾ തന്നെ ലോ ഓഫ് പർപ്പസ്ഫുൾ റീഡിങ്. ഒരു പർപ്പസിന് വേണ്ടി, ഇപ്പോൾ നാളെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, നാളെ ഒരു കാര്യം നിങ്ങളുടെ ജോലിയായിട്ട് നിങ്ങളുടെ പ്രവൃത്തി മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് കിട്ടി, അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഈ പല പുസ്തകത്തിനകത്ത് നമ്മൾ എടുക്കും, അതിനകത്തൊരു 4% കാര്യങ്ങളെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാണുകയുള്ളൂ. അപ്പം അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് അതിലൊരു കോണ്ടെക്സ്റ്റ് ക്രിയേഷനാണ്. നോളജ് എപ്പോഴും നമുക്ക് കണ്ടൻറ്റ്, ഒരു കോഫി നമുക്ക് തരുവാണെങ്കിൽ, ഒരു നല്ല കപ്പിൽ തരുവാണെങ്കിൽ ആ കോഫി കോണ്ടൻറ്റും കപ്പ് കോണ്ടെക്സ്റ്റുമാണ്. അപ്പം ആ കോണ്ടെക്സ്റ്റ് ക്രിയേഷനാണ് നമുക്കൊരു പലപ്പോഴും ഒരു 96% എഴുത്തുകൾ ബുക്കിനകത്ത് വരുന്നത്. ഒരു 4%, 5 മാക്സിമം വന്നു കഴിഞ്ഞാൽ 9% നമുക്കത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒരു ബുക്കിൽ വരുള്ളൂ. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടിയാണ് വായിക്കുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് ആ പാർട്ട് വായിച്ചു കഴിയും. അതുകൊണ്ടാണ് ആദ്യത്തെ ലോ ഓഫ് പർപ്പസ്ഫുൾ റീഡിങ്. അപ്പോൾ റീഡിങ് എന്താണ്, എന്ത് ഗോളിന് വേണ്ടിയാണ്, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് റെലവൻറ്റ് ഇൻഫർമേഷൻ മാത്രം, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എടുക്കുക. രണ്ടാമത്തത് ലോ ഓഫ് പ്രിവ്യൂയിങ്. വായന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് മെറ്റീരിയൽ ഒന്ന് പെട്ടെന്നൊന്ന് സ്കാൻ ചെയ്യണം, ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട്, സ്ട്രക്ചർ കിട്ടാനായിട്ട്. ഇനി അടുത്ത ലോ ഓഫ് മിനിമൈസിങ് സബ് ഒക്കേഷനൈസേഷൻ. ഈ ഓക്കലൈസ് ചെയ്യുന്ന രീതി അങ്ങ് മാറ്റണം. സബ് ഓക്കലൈസേഷൻ. അപ്പോൾ അവിടെ റെഡ്യൂസ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് അലൗ. തലയ്ക്കകത്ത് നമ്മൾ ഉറക്കെ വായിക്കുന്നൊരു പരിപാടിയുണ്ട് ചിലർക്ക്, അതങ്ങ് ഒഴിവാക്കണം. അതിന് പകരം നമ്മളൊരു കോംപ്രിഹെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക വേണ്ടേ. അതുപോലെ തന്നെ ലോ ഓഫ് എക്സ്പാൻഡിങ് വിഷൻ. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ എഴുതിയേക്കുന്ന അത് നമ്മൾ അവിടെ നോക്കുമ്പോൾ തന്നെ ആ ലൈൻ്റെ അറ്റം വരെ നമുക്ക് ഇവിടുന്നും അവിടുന്നും കാണാനായിട്ട് പറ്റുന്ന, അപ്പോൾ നമ്മുടെ പെരിഫറൽ വിഷൻ നല്ലതുപോലെ ഇൻക്രീസ് ചെയ്യണം. അത് നമുക്ക് ഈസി ആയിട്ട് ഇൻക്രീസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി അതുപോലെ തന്നെ അപ്പോൾ ചങ്കായിട്ട് വായിക്കാനായിട്ട്, ഓരോ ചെറിയ കഷ്ണങ്ങളിൽ വലിയ കഷ്ണങ്ങൾ സെറ്റായിട്ട് വായിക്കാനായിട്ട്. അടുത്ത ലോ ഓഫ് സ്കിമ്മിങ്. യൂസ് സ്കിമ്മിങ് ടെക്നിക്സ്, ക്വിക്ക്ലി ഐഡൻറ്റിഫൈ ദ കീ പോയിൻറ്റ്സ് ആൻഡ് മെയിൻ ഐഡിയാസ്. അതുപോലെ തന്നെ അടുത്താണ് ലോ ഓഫ് യൂസിങ് എ പോയിൻ്റർ, ഒരു പെൻസിലോ എന്തെങ്കിലും. ഫിംഗർ അതിനൊക്കെ നല്ല എപ്പോഴും പേനയോ പെൻസിലൊക്കെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഫോക്കസ് കിട്ടാനായിട്ട്. അത് പെട്ടെന്ന് മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കാം. ആൻഡ് അടുത്തത് ലോ ഓഫ് ഇംപ്രൂവിങ് പെരിഫറൽ വിഷൻ. അതിന് കുറേ എക്സസൈസ് ഉണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മതി, കിട്ടും. അപ്പോൾ പെരിഫറൽ വിഷൻ കൂട്ടാനായിട്ട്, മൾട്ടിപ്പിൾ വേർഡ്സ് ഒറ്റ ഇതിൽ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട്. ഇനി ലോ ഓഫ് ഫോക്കസ്ഡ് അറ്റൻഷൻ. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്. ആൻഡ് ലോ ഓഫ് റീഡിങ് സ്പീഡ് ഡ്രിൽസ്. നമുക്ക് തന്നെ ഒരു ദിവസം ഇത്ര സമയം നമ്മളത് ഉപയോഗിച്ച്. ഇനി അടുത്ത ലോ ഓഫ് കോംപ്രിഹെൻഷൻ ചെക്സ്. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലി നമ്മൾ കഴിഞ്ഞു പോയാൽ നമ്മൾ ഓർക്കുന്നുണ്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ ഞാനൊരു പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭയങ്കര സ്പീഡിലായിരിക്കും വായിക്കുന്നത്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു ബുക്കൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂറിനകത്ത് വലിയ ബുക്ക് പോലും തീർത്തെടുക്കും. അപ്പോൾ അത് ഒരുപാട് എനിക്ക് തന്നെ ഈ 10,000 ബുക്കുകൾ വായിച്ചുള്ള ഇതിൽ നിന്നാണ് നമുക്ക് വരുന്നത്. വളരെ സ്പീഡിൽ വായിക്കുകയാണ് കൂടുതൽ ഓർത്തിരിക്കാനും കണ്ടെത്താനും നല്ലത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് റീഡിംഗ് ഉണ്ട്, ഫോട്ടോ റീഡിംഗ് ഉണ്ട്. ഫോട്ടോ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പർപ്പസിന്, ആ ഒരു പർപ്പസിനുള്ള കാര്യം മാത്രം അതിനകത്ത് നിന്ന് കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് കേസെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നാളത്തേക്കുള്ളൊരു കേസ് ഒരുപാട് പുസ്തകത്തിനകത്ത് നിന്ന് പെട്ടെന്നായിരിക്കും കണ്ടുപിടിക്കുന്നത്, വളരെ സ്പീഡിൽ. അപ്പോൾ അതുപോലെ തന്നെ ലോ ഓഫ് കോണ്ടെക്സ്ച്വൽ ക്ലൂസ് നമുക്ക്, അപ്പോൾ അതിൻ്റെ മീനിങ്ങും അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ കോണ്ടെക്സ്ച്വലായിട്ടായിരിക്കും കിട്ടുക. ഇനി ലോ ഓഫ് റെഗുലർ പ്രാക്ടീസ്. ഇത് നിർത്തരുത്, വീണ്ടും നിങ്ങൾ എത്ര വയസ്സായി കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ലോ ഓഫ് ചങ്കിങ്. നമ്മൾ ചില ഭാഗം ചെറുതായിട്ടും ചില ഫ്രേസ് മൊത്തമായിട്ടും നമ്മൾ നോക്കി കോംപ്രിഹെൻഡ് ചെയ്തു പോവുക.
ലോ ഓഫ് സെറ്റിംഗ് ഗോൾസ്. ഞാൻ ഇത്ര പേജ് ഞാൻ ഈ ഇത്രയും പേജ് തീർത്തിട്ട് ബുക്കിൻ്റെ പകുതിക്കൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇപ്പം എൻ്റെ നിങ്ങൾ വെൽത്ത് പാക്ക് വായിക്കുകയാണെങ്കിൽ 12 പുസ്തകങ്ങളുണ്ട്. നിങ്ങളത് മൊത്തം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 10 MB എടുക്കുന്നത് കഴിഞ്ഞും ബെസ്റ്റായിരിക്കും. കാരണം ബിസിനസ്സിന് ആവശ്യമുള്ളത് മാത്രമാണ്, ആവശ്യമില്ലാത്ത ഒരു സംഭവം പോലും അതിനകത്തില്ല. അപ്പോൾ അതിനൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, തുടങ്ങിയത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റവന്യൂ കൂട്ടാനായിട്ട്, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് ലോ ഓഫ് ഓപ്റ്റിമൈസിങ് റീഡിങ് എൻവയറമെൻറ്റ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ലൈറ്റ്, എൻവയറമെൻറ്റ്, നമുക്ക് ഇൻറ്ററപ്ഷൻസ് വരാനുള്ള ചാൻസ്, ഇതൊക്കെ നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കാം. ഇനി ലോ ഓഫ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്. വായിക്കുക എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് എൻഗേജ്മെൻ്റ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അവിടെ നമ്മൾ മെറ്റീരിയൽസിനോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കണം. ഇതെനിക്ക് പ്രയോജനപ്പെടുന്നതാണ്, എന്താണ് പ്രയോജനപ്പെടുന്നത്, മെറ്റീരിയലുമായിട്ടൊരു കണക്ഷൻ, ഓതറുമായിട്ടൊരു കണക്ഷൻ. ഇനി ലോ ഓഫ് റെഡ്യൂസിങ് റിഗ്രഷൻസ്. പുറകോട്ട് വായിച്ചതിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക, ഗോയിങ് ബാക്ക് ഒഴിവാക്കുക. അപ്പം അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇനി ലോ ഓഫ് യൂസിങ് ടെക്നോളജി. ഇപ്പോൾ സ്പീഡ് റീഡിങ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആപ്പുകളുണ്ട്, ടൂൾസ് ടു പ്രാക്ടീസ് ആൻഡ് എൻഹാൻസ് യുവർ റീഡിങ് സ്കിൽസ്. ഇനി ലോ ഓഫ് ഒക്കാബുലറി എക്സ്പാൻഷൻ. കൂടുതൽ നമ്മൾ ഒക്കാബുലറി ഉപയോഗിച്ച് എൻഹാൻസ് യുവർ ഒക്കാബിലിറ്റി ടു ഇംപ്രൂവ് വേർഡ് റെക്കഗ്നേഷൻ ആൻഡ് റീഡിങ് എഫിഷ്യൻസി. അതുപോലെ തന്നെ നമുക്ക് ലോ ഓഫ് സ്പീഡ് റീഡിങ് ടെക്നിക്സ്. അപ്പോൾ അവിടെ ലേൺ ആൻഡ് അപ്ലൈ വേരിയസ് സ്പീഡ് റീഡിങ് ടെക്നിക്സ് സച്ച് ആസ് മെറ്റാ ഗൈഡിങ്, റിഗ്രഷൻ റിഡക്ഷൻ ആൻഡ് സബ് വോക്കലൈസേഷൻ കൺട്രോൾ. ഇനി അടുത്തത് ലോ ഓഫ് വിഷ്വൽ ട്രാക്കിംഗ്. ഡെവലപ്പ് സ്ട്രോങ് വിഷ്വൽ ട്രാക്ക് സ്കിൽസ് ടു ഫോളോ ലൈൻസ് ഓഫ് ടെക്സ്റ്റ് സ്മൂത്ത്ലി. നമുക്ക് വിഷ്വലി നമ്മൾ ഗ്രാസ്പ് ചെയ്ത് പോവുകയാണ്. ഇനി ലോ ഓഫ് ടൈം മാനേജ്മെൻറ്റ്. അലോക്കേറ്റ് സ്പെസിഫിക് ടൈം സ്ലോട്ട് ഫോർ റീഡിങ് പ്രാക്ടീസസ്. എത്ര മാത്രം വായിച്ച് തീരും, അതിന് ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്ത് ചാലഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ലോ ഓഫ് റീഡിങ് റെഗുലർലി. ഇതെല്ലാ ദിവസവും നമ്മൾ ഇല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമൊക്കെ കുറേശ്ശെയാണ്. ഇൻകോർപ്പറേറ്റ് സ്പീഡ് റീഡിങ് പ്രാക്ടീസ് ടു ഡെയിലി റൊട്ടീൻ ആൻഡ് ഓപ്റ്റിമൽ റിസൾട്ട്സ്. ഓപ്റ്റിമൽ റിസൾട്ട്സിന് വേണ്ടി നമുക്ക് റെഗുലറായിട്ട് വായിച്ചു. ലോ ഓഫ് കോംപ്രിഹെൻഷൻ എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കി, പെട്ടെന്ന് ഒരു പർപ്പസിന് വേണ്ടിയാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാനും റിവ്യൂ ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ലോ ഓഫ് അവോയ്ഡിങ് ഓവർലോഡ്. നമ്മൾ ചെയ്യുന്ന ഒത്തിരി കൂടിപ്പോകരുത്. അപ്പോൾ അവിടെ നമ്മളെ കൂടുതൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയല്ല, പക്ഷേ നമ്മൾ പതിയെ പ്രോഗ്രസീവ്ലി നമ്മുടെ കപ്പാസിറ്റി കൂട്ടി വരുവാണ്. ഇനി ലോ ഓഫ് നോട്ട് ടേക്കിംഗ്. ടേക്ക് ബ്രീഫ് നോട്ട്സ് ഓർ ഹൈലൈറ്റ് കീ പോയിൻറ്റ്സ് ടു റീഇൻഫോഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓർ റിട്ടൻഷൻ. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ എടുക്കുന്നെങ്കിൽ നമുക്ക് കോർണൽ നോട്ട് ടേക്കിംഗ്, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ്സ്. അതല്ല ഇ റീഡിങ്, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇ റീഡിംഗ് ആണ്. അപ്പോൾ പലപ്പോഴും അതിനകത്ത് തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു പോകും. അതേപോലെ തന്നെ ലോ ഓഫ് മെൻ്റൽ വിഷ്വലൈസേഷൻ. വായിക്കുന്ന പല കാര്യങ്ങളും സ്റ്റോറിയോ ഇംപ്രഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ അകലെ കണ്ട് മനസ്സിലാക്കി പോവുക. ഇനി ലോ ഓഫ് റീഡിങ് അലൗഡ്. ചില കാര്യങ്ങൾ ഒക്കേഷണലി പ്രാക്ടീസ് റീഡിങ് അലൗഡ് ആയിട്ട് റീഇൻഫോഴ്സ് കോംപ്രിഹെൻഷൻ ആൻഡ് ഫ്ലുവൻസി. ചില കാര്യങ്ങൾ മാത്രം. അപ്പം ലെസ് ദാൻ 5% മതിയെന്ന് പറഞ്ഞല്ലോ. ലോ ഓഫ് സെറ്റിംഗ് പ്രയോറിറ്റീസ്. അപ്പോൾ അവിടെ നമ്മൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രയോറിറ്റൈസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോക്കസ് ഓൺ റീഡിങ് മെറ്റീരിയൽസ്. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് ഗോളിൽ ഏതാണ് വേണ്ടതെന്നുള്ളത്. ലോ ഓഫ് അവോയ്ഡിങ് മൾട്ടി ടാസ്കിങ്. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യരുത്, വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. ഓക്കെ, ഗോൾ സെറ്റ് ചെയ്താലാണ് എപ്പോഴും ഫോക്കസ് വരിക. ഇനി ലോ ഓഫ് പ്രോഗ്രസീവ് ഡിഫിക്കൽറ്റി. ഗ്രാജുവലി ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ മെറ്റീരിയൽ യു റീഡ് ടു ചാലഞ്ച് ആൻഡ് ഇംപ്രൂവ് യുവർ സ്കിൽസ്. അപ്പോൾ ആദ്യമേ കയറി വലിയ ടാസ്ക് ചെയ്യുന്നതിന് പകരം സ്ലോലി എക്സ്പാൻഡ് ചെയ്ത് പോകണം. ഇനി അടുത്ത ലോ ഓഫ് റെഗുലർ റിവ്യൂസ്. ചെയ്ത് കഴിഞ്ഞ ഭാഗം സ്ലോലി വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണോ, കോംപ്രിഹെൻഷൻ ഉണ്ടോ, പ്രോഗ്രസ് ഉണ്ടോ. ഇനി അടുത്തത് ലോ ഓഫ് എൻഗേജിങ് ഇൻ ഡിസ്കഷൻസ്. നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഡിസ്കഷനിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അപ്പോൾ നമ്മൾ വായിച്ച കാര്യമായിട്ട് നമുക്ക് അവിടെ എടുത്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടോ കൃത്യമായിട്ട്.
ആൻഡ് ലോ ഓഫ് യൂട്ടിലൈസിങ് സമ്മറീസ്. പലപ്പോഴും ലോകപ്രശസ്തമായ ബുക്കുകളിലൊക്കെ നമുക്ക് സമ്മറി തന്നെ കിട്ടാനുണ്ട്, ബൈ ചെയ്യാനായിട്ട് പറ്റും, എക്സിക്യൂട്ടീവ് സമ്മറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുമോ. ലോ ഓഫ് സെൽഫ് അസസ്മെൻറ്റ്, എത്രമാത്രം നമ്മൾ പഠിച്ചു, എത്രമാത്രം പോസിറ്റീവാണ്, എവിടെ നമ്മൾ എത്തി എന്നുള്ളത് നമുക്ക് തന്നെ നോക്കാനായിട്ട് പറ്റുക. ആൻഡ് ലോ ഓഫ് മെയിൻറ്റെയിനിങ് മോട്ടിവേഷൻ, നമ്മൾ ഭയങ്കര ഹൈ സ്പീഡിൽ വായിച്ച് കാലക്രമേണ നമുക്കുള്ള റെക്കഗ്നേഷൻ നമ്മളെ തേടി വരും. ആൻഡ് അതിന് നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, മൈൽ സ്റ്റോൺസ് കടന്ന് പുസ്തകങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി, അപ്പോൾ എപ്പോഴും നമുക്ക് ആ സാഹചര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ ടെക്നിക്സ് ഉപയോഗിച്ച് ആ മെറ്റീരിയൽസ് നമുക്ക് ചേരുന്ന രീതിയിൽ ആക്കി മനസ്സിലാക്കിയെടുക്കുക. ലോ ഓഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, സ്പീഡിൽ വായിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ആ സ്ട്രെസ്സിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലോ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്, ഫൈനലി നമുക്ക് ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുക, എക്കാലവും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ബ്രെയിനിന് ടാസ്ക് കൊടുക്കുന്തോറും ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കങ്ങനെ നിങ്ങളൊരു വലിയ റീഡറായി ലോകം കീഴടക്കാനായിട്ട് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.